Good morning, all. Welcome to the new session of Professional Business Skill. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂള് ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രൊഫഷണലിസം, ലേണിംഗ് എന്നുള്ള 3 മൊഡ്യൂളുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4ാമത്തെ മൊഡ്യൂളും ഈ ഒരു സിലബസിലെ തേർഡ് മൊഡ്യൂളുമാണ് ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്നുള്ളത്. ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ, കോൺസെപ്റ്റ് ഓഫ് ഡാറ്റ അനാലിസിസ്, ടൈപ്സ് ഓഫ് അനാലിസിസ്, ഡാറ്റ ക്വാളിറ്റി, സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ്, ബിഗ് ഡാറ്റ അനാലിസിസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്നുള്ള ഭാഗങ്ങളാണ്. കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റഡ് ആണ് കാര്യങ്ങളൊക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബിസിനസ് ഡാറ്റ എങ്ങനെ അനാലിസിസ് ചെയ്യാം, ഏതൊക്കെ ടൈപ്സ് അനാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റ ക്വാളിറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഭാഗമാണ് ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. കമ്പ്യൂട്ടറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നുമില്ല, നിങ്ങളുടെ സിലബസിലൊന്നും ഇല്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, ഇൻഫർമേഷൻ ടെക്നോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതും അല്ലെങ്കിൽ ഒരുപാട് സോഴ്സിൽ ഇൻഫർമേഷൻസ് ലഭ്യമാണ്. നിങ്ങൾ അത്തരത്തിലുള്ള സോഴ്സ് നോക്കിയിട്ട് നിങ്ങളെ നോളജ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടറാണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന് മുമ്പ് നമ്മൾ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് കാണുന്നവരാണ് നമ്മൾ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്നവരുമാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കമ്പ്യൂട്ടർ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഡിവൈസായിട്ട് മാറിയിട്ടുണ്ട്. കമ്പ്യൂട്ടറിനും അതുപോലെ തന്നെ ഇൻ്റർനെറ്റും നല്ലൊരു റോളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. എസ്പെഷ്യലി ഒരു പാൻഡമിക് ഇറയിലൊക്കെ, ഈ ഒരു പാൻഡമിക് ടൈമിൽ ഒക്കെ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് നല്ലൊരു റോളുണ്ട്. ഓക്കെ, ഇപ്പോൾ എസ്പെഷ്യലി ഒരു ലോക്ക്ഡൗൺ കാലത്ത് ലേണിംഗ് കാര്യങ്ങളൊക്കെ അതിൽ തന്നെയാണ് നടത്തുന്നത്. ഇപ്പോൾ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാപ്ടോപ്പ് തുടങ്ങിയ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ കോൺഫിഗറേഷനൊക്കെ ഉള്ള പുതിയ ടെക്നോളജി ഒക്കെ ഉള്ള ഈ ഒരു കമ്പ്യൂട്ടറാണ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സാണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ബിഫോർ ദാറ്റ്, വാട്ട് യു മീൻ ബൈ കമ്പ്യൂട്ടർ? ഇവിടെ പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ ഈസ് എ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ് ഡാറ്റ ഫ്രം ദി യൂസർ, പ്രോസസ് ഇറ്റ് ആൻഡ് പ്രൊഡ്യൂസ് റിസൾട്ട്, ഡിസ്പ്ലേ ദം ടു ദി യൂസർ ആൻഡ് സ്റ്റോർ ദി റിസൾട്ട് ഫോർ ഫ്യൂച്ചർ യൂസേജ്. എന്താണ്? യൂസറിൻ്റെ അടുത്ത് നിന്ന് ഡാറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ അത് പ്രോസസ്സ് ചെയ്യുന്നു, ദെൻ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റിസൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യൂസർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ആ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ ഓർ ഡിവൈസ് ദാറ്റ് പെർഫോം പ്രോസസ്, കാൽക്കുലേഷൻ ആൻഡ് ഓപ്പറേഷൻസ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡഡ് ബൈ എ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പ്രോഗ്രാം. It has the ability to accept data, means input, process it and the produce output. എന്താണ്? ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന, അതുപോലെ ആ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഇലക്ട്രോണിക് മെഷീനെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഫീച്ചേഴ്സ് ഓഫ് എ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ. ഫസ്റ്റ് വൺ, ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. എന്താണ് ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല സ്പീഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഹൈ സ്പീഡാണ്. അതുപോലെ തന്നെ എന്ത് ഓപ്പറേഷൻസ് എന്നുണ്ടെങ്കിലും നാനോ സെക്കൻഡ് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡിൻ്റെ ഉള്ളിൽ ആ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഡിവൈസാണ് ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ എന്നുള്ളത്. ഓക്കെ, സോ ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. കമ്പ്യൂട്ടർ ക്യാൻ പ്രോസസ് മില്യൺസ് ഓഫ് ഓപ്പറേഷൻ പെർ സെക്കൻഡ്. ഒരുപാട് മില്യൺസ് ഓഫ് ഓപ്പറേഷന് ഒറ്റ സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അത് ഒരു ഫീച്ചറാണ്. ദെൻ സെക്കൻഡ്, ആക്യുറസി.
ആക്യുറസി കാൽക്കുലേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ 100% ആക്യുറേറ്റ് ആയിട്ട് കൃത്യതയോട് കൂടിയിട്ട് കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. അത് കമ്പ്യൂട്ടറിൻ്റെ മറ്റൊരു ഫീച്ചറാണ് അല്ലേ. എറർ മേ അക്യൂർ ഡ്യൂ ടു ഡാറ്റ കൺസിസ്റ്റൻസി ഓർ ഇനാക്യുറസി അല്ലേ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അത് ആക്യുറേറ്റ് അല്ലാഞ്ഞാൽ, അത് തെറ്റാണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കാം, തെറ്റാവാം. അല്ലാതെ ചോദിച്ചാൽ 100% ആയിരിക്കും എന്തുണ്ടാവുക, റിസൾട്ട് കിട്ടുക. ഓക്കെ, വളരെ കൃത്യമായിട്ടുള്ള റിസൾട്ടായിരിക്കും. ദെൻ തേർഡ് പോയിൻ്റ്, ഡിലിജൻസ്. ഡിലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ ജോബ് തന്നെ എത്രയും സമയം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരേ ജോലി ഒരുപാട് തവണ ചെയ്യുമ്പോൾ തന്നെ മടുപ്പ് വരും. അപ്പോൾ ആദ്യം ചെയ്യുന്ന റിസൾട്ട് അല്ലേ നമുക്ക് അവസാനം ചിലപ്പം കിട്ടണമെന്നില്ല. ഓക്കെ, സോ കമ്പ്യൂട്ടറിൻ്റെ കേസിൽ അങ്ങനെയല്ല. ലക്ഷക്കണക്കിന് ടാസ്ക് ഒരേ സമയത്ത് ഒരേ കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് തന്നെ വളരെ കൃത്യതയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഡിലിജൻസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ആക്യുറസിയോട് കൂടെ കൺസിസ്റ്റൻസിയോട് കൂടെ ഒരേ ജോലി തന്നെ എത്ര പ്രാവശ്യം കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ വേഴ്സാറ്റിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ വർക്ക് എഫിഷ്യൻസിയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ കേപ്പബിലിറ്റിയാണ് ഒരേ സമയം ഒന്നിൽ കൂടുതൽ വർക്കുകൾ എഫിഷ്യൻസിയോട് കൂടിയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒരുപാട് വർക്കുകൾ ഒരേ സമയം തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക് അല്ല വിത്തിൻ സെയിം ടൈം എഫിഷ്യൻസിയോട് കൂടെ അല്ല ആക്യുറസിയോട് കൂടിയിട്ട് തന്നെ ഒരേ സമയത്ത് എത്രയും വർക്കുകൾ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, റിലയബിലിറ്റി മീൻസ് വിശ്വാസ്യത അല്ലേ. നമുക്ക് നൽകുന്ന റിസൾട്ടിൽ കമ്പ്യൂട്ടറിന് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും. അതാണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരേ ഇൻപുട്ട് അല്ല നമ്മൾ എപ്പോൾ കൊടുത്താലും അല്ലെങ്കിൽ ഒരേ സമയത്ത് കൊടുത്താലും അത് എപ്പോഴും ഒരേ റിസൾട്ടായിരിക്കും കിട്ടുക. ഓക്കെ, അതാണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളൊരു കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് അല്ലേ ഇന്ന് നമുക്ക് ഒരു റിസൾട്ട് കിട്ടി. സെയിം ഇൻപുട്ട് തന്നെ നമ്മളിനി കുറച്ച് കാലങ്ങൾക്ക് ശേഷം കൊടുത്താലും അതേ റിസൾട്ട് തന്നെ ആയിരിക്കും അന്നും കിട്ടുക. ഓക്കെ, അതാണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇഫ് വി ഗിവ് സെയിം സെറ്റ് ഓഫ് ഇൻപുട്ട് അറ്റ് എനി നമ്പർ ഓഫ് ടൈംസ്, നമ്മൾ ഒരേ ടൈപ്സിലുള്ള ഇൻപുട്ട് നമ്മൾ പല തവണ കൊടുത്താലും നമുക്ക് കിട്ടലൊക്കെ സെയിം റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇന്ന് കൊടുത്താലും ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്താലും എന്തായിരിക്കും, ഇന്ന് കൊടുക്കുന്ന അതേ റിസൾട്ട് തന്നെ ആയിരിക്കും 10 കൊല്ലം കഴിഞ്ഞിട്ടും കിട്ടുക എന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് റിലയബിലിറ്റി. ദെൻ നെക്സ്റ്റ്, ഓട്ടോമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ അസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ തന്നെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഈ റോബോട്ട്സൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. റോബോട്ട്സിനൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഹ്യൂമൻസിൻ്റെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ അസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ, ഓക്കെ, മാനുവൽ അസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ കമ്പ്യൂട്ടറിന് ഇത്രയും വർക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഓട്ടോമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനുവലൊന്നുമില്ല, മാനുവൽ സപ്പോർട്ടൊന്നും കൂടാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. റോബോട്ട്സൊക്കെ അതിൻ്റെ അല്ലേ ഇപ്പോഴത്തെ ഏറ്റവും നല്ല എക്സാമ്പിളുകൾ കാര്യങ്ങളാണത്. അല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി. എന്താണ്, ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ അല്ലേ, എത്രയും എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ എപ്പോഴാണ് ആവശ്യമുള്ള ആ സമയത്ത് നമുക്കത് അതിൽ നിന്ന് റിട്രീവ് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ ഹാവ് ദ കപ്പാസിറ്റി ടു സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്യാൻ റിട്രീവ് ഇറ്റ് ആസ് ആൻഡ് വെൻ വി റിക്വയർ അല്ലേ. ഇഷ്ടം പോലെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ള ആ സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള ഡാറ്റകൾ നമുക്ക് റിട്രീവ് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ സ്റ്റോറേജ് യൂണിറ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്, ബിറ്റ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോക്കുക. ബിറ്റ് അതിൻ്റെ അബ്രിവിയേഷൻ ബി ആണ്. സോ ബൈനറി ഡിജിറ്റാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നിബിള് 4 ബിറ്റാണ് ഒരു നിബിള് എന്നുള്ളത്. അതുപോലെ തന്നെ ബൈറ്റ് അല്ലേ, ബൈറ്റ് എന്താണ് 8 ബിറ്റാണ് ഒരു ബൈറ്റ്. അതുപോലെ തന്നെ കിലോ ബൈറ്റ് KB എന്ന് പറയും. അത് അല്ലേ 1024 ബൈറ്റിനാണ് നമ്മൾ ഒരു KB എന്ന് പറയുന്നത്.
ഓക്കെ. ദെൻ MB മെഗാബൈറ്റ് MB 1024 KB-നെയാണ് നമ്മൾ ഒരു MB എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1024 MB-യെയാണ് നമ്മൾ ഒരു GB എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, മനസ്സിലാക്കി വെക്കുക. എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.